ശ്രീകോവിലിന് ചുറ്റുമുള്ള ബലിക്കല്ലിൽ ചവിട്ടാതെ പ്രദക്ഷിണം വെക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ബലിക്കല്ലുകളിൽ ഇന്ദിരാദി ദേവതകൾ ഉൾപ്പെടെയുള്ള ദേവതകളെ സങ്കല്പിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും യഥാവിധി ഓരോ കർമ്മങ്ങളും അനുഷ്ഠിക്കാനുണ്ട്. ഓരോ പൂജാ സമയത്തും പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒക്കെ ശ്രീബലി നടത്താറുണ്ട്. അപ്പോഴൊക്കെ അതിലൊക്കെ തൂവി പോകുന്നത് കാണാം. ഇത് ഓരോ ദേവതകൾക്കും കൊടുത്തിരിക്കുന്ന പ്രാധാന്യവും ഈ തൂവലും ഒക്കെ തമ്മിൽ വളരെ ബന്ധമുണ്ട്. വിശേഷാൽ അടിയന്തരങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള ചടങ്ങുകൾ, ഗുരുവായൂർ പോലെയുള്ള മഹാക്ഷേത്രങ്ങളിൽ നിത്യേനയുള്ള ശ്രീബലി, ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം വളരെ വ്യക്തമാവും. ഈ മുഖ്യദേവൻ്റെ ശക്തിയോട് വളരെയേറെ അനുയോജ്യമായിട്ട് അതേ ശക്തിയോടെ തന്നെ ഈ കാണുന്ന ഓരോ ബലിക്കല്ലുകളിലും ഉപവസിക്കുന്ന ദേവന്മാർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാവും. ഇത് നമുക്കൊരു പാഠം കൂടിയാണ്. നമ്മൾ ഒറ്റയ്ക്കൊരു ജോലിയും ചെയ്യാനാവില്ല. നമ്മളെല്ലാം മറ്റൊരാളിൻ്റെ കർത്തവ്യം അല്ലെങ്കിൽ കർമ്മങ്ങളുമായിട്ട് കൂടി ബന്ധപ്പെട്ടതാണ്. അവർ കൂട്ടായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഒരു ടീം വർക്ക് നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടുവന്ന് എത്തിക്കുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. അതൊരു മാനേജ്മെൻറ്റ് ഫാക്റ്റും കൂടെയാണ്. ഈ കാണുന്ന ഓരോ ദേവതകളെയും നാം വളരെ ഭക്തി ആദരപൂർവ്വം വണങ്ങി വേണം ഈ പ്രദക്ഷിണം പൂർത്തിയാക്കാൻ. കാലുകൊണ്ട് മാത്രമല്ല, കൈകൊണ്ട് പോലും സ്പർശിക്കാൻ നമുക്ക് അർഹതയില്ല. അതൊക്കെ അതിൻ്റെ പവിത്രതയ്ക്ക് കളങ്കമായിട്ട് വരും. ഈ സമയം ഇനി ഏതെങ്കിലും അബദ്ധവശാൽ കാലുകൊണ്ടൊന്ന് തട്ടിയാൽ പോലും മനസ്സുകൊണ്ട് നമിക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് അതിനെ എടുക്കുക. ഇനി ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു അവസരമാക്കി ഉപയോഗിക്കുക. ഏതൊരു കാര്യത്തിലും വേണ്ടത്ര ശ്രദ്ധ പുലർത്തണമെന്നുള്ളതിനും കൂടെ ഒരു ട്രെയിനിങ് കൂടെയാണ് ഈ പറയുന്ന പ്രദക്ഷിണത്തിൽ കാണിക്കുന്ന ആ ഒരു നമ്മുടെ ആ ഒരു കൃത്യതയെന്നോ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയെന്നോ ഒക്കെ പറയാം. ഈ നാലമ്പലത്തിനുള്ള ഉപദേവതകൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ഇതിനെ വണങ്ങുന്നതിന് എന്തെങ്കിലും മുൻഗണനാ ക്രമമുണ്ടോ എന്നതിനെക്കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഓരോ സ്ഥലത്തും അതിൻ്റെ ക്രമം അനുസരിച്ച് തന്നെ ഉപദേവന്മാരെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളത് ഈ ഹിന്ദുമത സിദ്ധാന്തത്തിലൂടെയാണ്. ഓരോ വ്യക്തിക്കും അനുയോജ്യമായത്, അവനവൻ്റെ വീക്ഷണത്തിന് അനുയോജ്യമായ ദേവതകളെ ആരാധിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഏകം സത് വിപ്രാ ബഹുധാവദന്തി, അത് വളരെ ശ്രദ്ധേയമാണ്. കാരണം ഒരു ഈശ്വരൻ അതൊന്നേ ഉള്ളൂ, അരൂപിയാണ്, നിർഗുണനാണ്, നിരാകാരനാണ്, അപ്രമേയനാണ്. ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ ആ ദേവനെ തന്നെ ഇഷ്ടമുള്ള രൂപത്തിൽ, ഏത് രൂപത്തിൽ വേണേലും കാണാം. ഗണപതിയായിട്ട് കാണാം, സുബ്രഹ്മണ്യനായിട്ട് കാണാം, ശിവനായിട്ട് കാണാം. അതൊക്കെ നമ്മുടെ ആ ഭക്തിയുടെ രൂപം അനുസരിച്ചേക്കും, നമ്മളിലുള്ള വികാരവുമായിട്ട് അതിന് യോജിക്കും. അങ്ങനെ നമ്മൾ കാണുന്ന എല്ലാ ഉപദേവതമാരെയും യഥാവിധി വന്ദിച്ച് അവരിലൊക്കെ നമ്മുടെ ഇഷ്ടദേവതയെ തന്നെ കണ്ട് സായുജ്യം അടഞ്ഞു വേണം നമ്മൾ ശ്രീകോവിലിൻ്റെ മുന്നിലേക്ക് എത്തിച്ചേരും.